ഷീജേച്ചി, നിങ്ങളെ പാത്രം ഇതേ അതെന്നെ നിങ്ങളെ മോൻ്റെ ഒക്കെ പറ്റിയേ? എല്ലാരും ഇങ്ങനെ പറയുന്ന കേട്ടിനല്ലോ. അതൊന്നും പറയണ്ട, ഇന്നലെ ഒന്നും തലയേറ്റി വീണതാ. ആകെ പേടിച്ചു പോയിന്. പിന്നെ കുഴപ്പമില്ല, അതങ്ങ് മാറിക്ക്. എന്നിട്ട് നിങ്ങൾ ആസ്പത്രിയിലൊന്നും കൊണ്ടുപോയിട്ടില്ലേ? ഇല്ലേ, തൊട്ടേരും തുടർന്ന് നല്ല ആശുപത്രിയിൽ പോയാൽ പിന്നെ എങ്ങനെയാ? ഞാൻ അന്നേരം തന്നെ ഉപ്പിട്ട് കുറച്ച് വെള്ളം അങ്ങ് കൊടുത്തേക്ക്, പിന്നെ അങ്ങ് മാറിക്ക്, കുഴപ്പമൊന്നുമില്ല. മോളെ ഇനി എടുത്തു. അമ്മ ഞാനിവിടെ ഉണ്ട്. എനിക്ക് പീരീഡ്സാ, വയറുവേദനയായിട്ട് കിടന്നതാ. ഇങ്ങനെ കിടന്നിനാ? അടുക്കളയിലാണ് ഒരു 100 കൂട്ടം പണിയുണ്ട്, ഒന്നും കഴിഞ്ഞിക്കില്ല. അതമ്മ അങ്ങ് ചെയ്തോളൂ. ഈ തുണിയും കളക്കിട്ടിരുവാ. ഇനി വേണം ഒരു പാരസെറ്റമോൾ അങ്ങ് എടുത്ത് കുടിച്ചോ. എന്നാൽ വയറുവേദനയും തലവേദന എല്ലാം അങ്ങ് മാറും കുറച്ച് നേരത്തേക്ക്. നീയോ? ഞാനൊന്ന് അവളെ കാണാൻ വേണ്ടി വന്നതാ. ഇപ്പം എല്ലാവർക്കും ഉണ്ട്. കൊറോണേൻ്റെ വാക്സിൻ അടിച്ചതിന് ശേഷം അറ്റാക്കും തളർന്നു പോലും തന്നെയാണ്. ഓളെ അമ്മയൊന്നും വരുത്തില്ലേ? എനിക്കാവോ? അടുക്കളയിലെ പണിയോ ഓളെല്ലാം നോക്കുവേ? ഞാൻ നോക്കും, ഇവളെ പൊന്നുപോലെ ഞാൻ നോക്കും. നീ നേരത്തെ പറഞ്ഞില്ലേ പഠിച്ചോനെ എൻ്റെ മോൻ്റെ വിദ്യ എഴുതിയെന്ന്? അല്ല, ഞാനാ ഇവരിങ്ങനെ ആക്കിയേ. ഒന്ന് കിടന്നാലോ റെസ്റ്റ് എടുത്താലോ മാറാവുന്ന അസുഖത്തിനൊക്കെ കണ്ട പാരസെറ്റമോളും പെയിൻ കില്ലറും ഒക്കെ കൊടുത്ത് ഞാനാ ഇവളിങ്ങനെ ആക്കിയേ. എനിക്കറിയില്ലായിരുന്നടി. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഈ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോളെപ്പോലെ ഇങ്ങനെയാവുമെന്ന്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് പാരസെറ്റമോളിനെ ആശ്രയിക്കുന്നവരോടൊന്ന് പറയട്ടെ, സ്വയം മരുന്ന് കഴിക്കുന്നത് വളരെ അപകടകരമാണ് കേട്ടോ. ചെറിയ ലക്ഷണങ്ങളല്ലേ, അത് വീട്ടിൽ തന്നെ അങ്ങ് ചികിത്സിച്ച് കളയാന്ന് കരുതിയാൽ നിങ്ങൾ പെടും. ചെറിയ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുകയോ വേദന കൂടുതലായാലോ തീർച്ചയായും നിങ്ങൾ ഡോക്ടറുടെ ഉപദേശം തേടണം.